സർവേഷാം കൃതേ നമസ്കാരഃ. അപ്പോഴിന്ന് ഒരു കഥയാണ്, സംസ്കൃത കഥ. നല്ല രസമുള്ള ഒരു കഥയാണ്. കിരീടസ്യ ഗർവഃ, കിരീടത്തിന്റെ അഹങ്കാരം. നമുക്ക് ആ കഥയൊന്ന് വായിക്കാം. കഥാചിത് മഹാവിഷ്ണുഃ ദീർഘാം ലോകയാത്രാം സമാപ്യ വൈകുണ്ഠം പ്രത്യാഗത്യ അനന്തസ്യ ഉപരി ശയനം അകരോത്. ഒരിക്കൽ മഹാവിഷ്ണു വലിയൊരു ലോകയാത്രയെല്ലാം കഴിഞ്ഞിട്ട് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു വന്ന് അനന്തസ്യ ഉപരി, അനന്ത എന്ന സർപ്പത്തിന്റെ മുകളിൽ ശയനമകരോത്, കിടന്നു. തഥാ കിരീടം പാദുകാം അവദത്. അപ്പോൾ കിരീടം, മഹാവിഷ്ണുവിന്റെ ശിരസിലുള്ള കിരീടം, ആ കിരീടം എന്താ ചെയ്തത്? പാദുകാം അവദത്, പാദുകത്തിനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? അയേ പാദുകേ, അയ്യേ പാദുകേ, അല്ലയോ പാദുകമേ, ത്വം പാപിനി അതഃ ന പൂജാർഹ, നീ പാപം ചെയ്തവളാണ്, അതുകൊണ്ട് നീ പൂജാർഹയല്ല. ഓക്കെ. കിമർത്ഥം പാദുക ഉക്തവതി, എന്തുകൊണ്ടാണ് ഞാൻ പൂജിക്കാൻ അർഹയല്ലാത്തത് എന്ന് പാദുക ചോദിച്ചു. ഭവതി മലിനവസ്തുന സമ്പർക്കം കരോതി, നീ മലിന വസ്തുക്കളുമായിട്ടാണ് സമ്പർക്കം ചെയ്യുന്നത്. തഥാപി ഏതസ്മിൻ ശ്രേഷ്ഠേ സ്ഥലേ സ്ഥിതിഹി, എങ്കിൽ കൂടി എന്താ പറയാ, ഏതസ്മിൻ ശ്രേഷ്ഠേ സ്ഥലേ, ഇതുപോലെയുള്ള ശ്രേഷ്ഠമായ സ്ഥലത്തിലാണ് നീ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിന്റെ പാദത്തിലാണ് നീ നിൽക്കുന്നത്. അത് വളരെ ശ്രേഷ്ഠമുള്ള ഒരു സ്ഥിതിയാണ്. ഏതത് സർവഥാ അനുചിതം, ഇത് എപ്പോഴും ഉചിതമല്ല. ഐ കിരീട, അല്ലയോ കിരീടമേ, യത്ര യത്ര ഭഗവാൻ ഗച്ഛതി തത്ര ഭവതി മമ പ്രവേശഃ. ഇത് ആ പാദുകങ്ങൾ പറയുകയാണ്. അല്ലയോ കിരീട, യത്ര യത്ര ഭഗവാൻ ഗച്ഛതി, എവിടെയെല്ലാമാണോ ഭഗവാൻ പോകുന്നത്, തത്ര ഭവതി മമ പ്രവേശഃ, അവിടെ എന്റെയും പ്രവേശമുണ്ടാകും. ഭഗവതഃ സാഹായായ മയാ മലിനവസ്തൂനാം സമ്പർക്കഃ പ്രാപ്യതേ. ഭഗവതഃ, ഭഗവാന്റെ, സാഹായായ, സഹായത്തിനു വേണ്ടി, മയാ എന്നാൽ മലിനവസ്തുനാം സമ്പർക്കഃ പ്രാപ്യതേ, ഭഗവാനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ മലിനവസ്തുക്കളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത്. ഭഗവതഃ പാവിത്ര്യസ്യ രക്ഷണം മമ കർത്തവ്യം, ഭഗവാന്റെ പവിത്രത്തെ സംരക്ഷിക്കുന്നത് എന്റെ കർത്തവ്യമാണ്. തഥാ കിരീടം കഥയതി, അപ്പോൾ കിരീടം പറയുകയാണ്, ഭവതഃ ഗർവഃ സീമാം അതിശേദേ, നിന്റെ അഹങ്കാരം സീമയും കടക്കുന്നു. ക്ഷുദ്രായാഹ ഏതാവാൻ ഗർവഃ ന ശോഭതേ, പാദുകങ്ങൾക്ക് ഇത്രത്തോളം അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല, അത് ഒരിക്കലും ശോഭിക്കില്ല. അന്യച്ച ഭവത്യാ മയി ആദരഃ പ്രദർശനീയഃ, പിന്നെ ഭവത്യാ, നിന്നാൽ എനിക്കും കൂടി ആദരവ് ചെയ്യണം എന്ന് പറഞ്ഞാല് ആ പാദുകം കിരീടത്തിനെ കൂടി ആദരവ് കാണിക്കണം, ബഹുമാനിക്കണം. അതായത് പാദുകം കിരീടത്തിനെ ബഹുമാനിക്കണം എന്ന് ഉദ്ദേശിക്കുന്നു.
യതഃ അഹം ഭൂഷയാമി ഭഗവതഃ ശിരോഭാഗം. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഭഗവാന്റെ ശിരസ് അലങ്കരിക്കുന്നു. ഏതസ്മിൻ വിവാദേ, ഈ ഒരു വിവാദത്തില് ഭാഗം വഹന്തൗ, ഇനി വേറെ രണ്ടുപേര് കൂടി ഭാഗം വഹിക്കാൻ വരികയാണ്. ആരൊക്കെയാണ്? ശംഖഃ ചക്രം ച, ശംഖും ചക്രവും കൂടി ഈ ഒരു വിവാദത്തില് ഭാഗം സ്വീകരിക്കുകയാണ്. തൗ ഏതേഷാം വാദം ശ്രുതവന്തൗ, ആ രണ്ടുപേരും ഇവരുടെ വാദങ്ങള് കേട്ടു. കിരീടസ്യ കഥനം യുക്തമസ്തി, കിരീടം പറഞ്ഞതാണ് ശരി. ഭവതാ കിരീടം ആദരേണ ദ്രഷ്ടവ്യം ഇതി ശംഖഃ ഉക്തവാൻ. അതായത് പാദുകത്തിനോടാണ് പറയുന്നത് ശംഖ്. എന്താ പറയുന്നത്? ഭവതാ, താങ്കളാൽ കിരീടം ആദരേണ ദ്രഷ്ടവ്യം, കിരീടത്തെ ആദരവോട് തന്നെ കാണണം. ഓക്കെ. ഇനി ആം കിരീടം പാദുകാതഃ ശ്രേഷ്ഠമേവ സർവദാ. ചക്രം പറയുകയാണ്, കിരീടം പാദുകാതഃ, പാദുകത്തിനേക്കാൾ ശ്രേഷ്ഠമേവ സർവദാ, പാദുകത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് എപ്പോഴും എന്ന് ആരാ പറഞ്ഞ? ചക്രം. ഓക്കെ. അപ്പോ ഈ എന്താ പറയാ, ഈ കിരീടവും പാദുകവും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഇടയിൽ ശംഖും ചക്രവും കയറി വന്നു. അവര് രണ്ടുപേരുടെയും അഭിപ്രായം എന്താണ്? പാദുകം എന്താ പറയാ, കിരീടത്തെ ആദരിക്കണം. ഓക്കെ. ഇനി ഭഗവാൻ മഹാവിഷ്ണു ഏതത് സർവം ശൃണ്വൻ ആസീത്, ഭഗവാൻ മഹാവിഷ്ണു ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. മയ പാദുകായാഹ സാഹായം കരണീയം, മഹാവിഷ്ണു ചിന്തിക്കുകയാണ്, ഞാൻ പാദുകത്തിനെ സഹായിക്കണം. ഏഷാ ഭവേദ് അനുഗ്രഹ പാത്രഭൂത, ഇവൾ അനുഗ്രഹമുള്ളവളാണ്, അനുഗ്രഹത്തിന് അർഹയായവളാണ്. ഐ കിരീട, മഹാവിഷ്ണു പറയുകയാണ്, ഭവതഃ ഔദത്യം അധികം ജാതം. ഐ കിരീട ഭവതഃ ഔദത്യം അധികം ജാതം, നിന്റെ അഹങ്കാരം ഒരുപാടായി, അധികമായി. ഏതദർത്ഥം ഭവതാ ദണ്ഡഃ പ്രാപ്തവ്യഃ ഏവ, ഇതിനെ നീ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്ന് മഹാവിഷ്ണു ആരോടാ പറയുന്നത്? കിരീടത്തിനോട്. ഓക്കെ. ഇനി ത്രേതായുഗേ അഹം ശ്രീരാമരൂപേണ അവതാരം പ്രാപ്സ്യാമി ഭൂലോകെ. മഹാവിഷ്ണു പറയുകയാണ്, ത്രേതായുഗത്തില് ഞാൻ ശ്രീരാമനായി അവതാരം സ്വീകരിക്കും. എവിടെ? ഭൂലോകെ, ഭൂലോകത്തിൽ. തഥാ മയാ 14 വർഷാത്മകഃ അരണ്യവാസഃ അനുഭവിഷ്യതേ. അപ്പോൾ എന്നാൽ 14 വർഷാത്മകഃ 14 വർഷത്തോളം അരണ്യവാസഃ കാട്ടിൽ ജീവിക്കണം. തഥാ കിരീടേന മമ പാദുക സേവനീയ ഭവിഷ്യതി. അപ്പോൾ കിരീടം എന്തു ചെയ്യേണ്ടി വരും? എൻ്റെ പാദുകങ്ങളെ സേവിക്കേണ്ടി വരും. തഥാ കിരീടേന മമ പാദുക സേവനീയ ഭവിഷ്യതി. അപ്പോൾ കിരീടത്തിനാൽ എൻ്റെ പാദുകങ്ങളെ സേവിക്കപ്പെടേണ്ടി വരും. ചക്രം ശംഖഃ ച കിരീടസ്യ വാദം യതഃ സമർത്ഥിതവന്തൗ അതഃ തൗ ഭരതശത്രുഘ്നരൂപേണ ജന്മ പ്രാപ്യ മമ പാദുകാം പൂജയിഷ്യതഃ. ശംഖഃ ചക്രം ച, ശംഖും ചക്രവും കിരീടസ്യ വാദം യതഃ സമർത്ഥിതവന്തൗ, എന്തുകൊണ്ടാണ് കിരീടത്തിന്റെ വാദം സമർത്ഥിച്ചത്?
അതഹ അതുകൊണ്ട് തന്നെ തൗ ആ രണ്ടുപേരും, അതായത് ശംഖും ചക്രവും ഭരതശത്രുഘ്ന രൂപേണ ഭരതശത്രുഘ്നന്മാരായിട്ട് ജന്മപ്രാപ്യ ജന്മം ലഭിച്ചിട്ട് പ്രാപിച്ചിട്ട് മമ പാദുകാം പൂജയിഷ്യതഃ എന്റെ പാദുകങ്ങളെ പൂജിക്കും. ഏതദനുഗുണം ഭഗവാൻ വിഷ്ണു ത്രേതായുഗേ ശ്രീരാമരൂപേണ ജന്മ പ്രാപ്നോത്. ഇതനുസരിച്ചിട്ട് ത്രേതായുഗത്തില് ശ്രീരാമനായിട്ട് ജന്മം പ്രാപിച്ചു. യഥാ ശ്രീരാമഃ അരണ്യം ഗതഃ എപ്പോഴാണോ ശ്രീരാമൻ അരണ്യത്തിലേക്ക് കാട്ടിലേക്ക് പോയത്, തഥാ ഭരതശത്രുഘ്നൗ അപ്പോൾ ഭരതശത്രുഘ്നന്മാര് പാദുകാം പാദുകങ്ങളെ സിംഹാസനെ സംസ്ഥാപ്യ സിംഹാസനത്തിൽ സ്ഥാപിച്ചിട്ട് 14 വർഷാണി പൂജിതവന്തോ ഭക്ത്യ 14 വർഷത്തോളം ഭക്തിയോടുകൂടി പൂജിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു കഥ. അപ്പൊ ഈ ഒരു കഥയോടുകൂടി ആ കിരീടത്തിന്റെ അഹങ്കാരം അവിടെ സമാപിക്കുകയാണ്. ഓക്കെ, ഇതൊരു മഹാവിഷ്ണുവിന്റെ ഒരു കഥയാണ്. ഓക്കെ, മഹാവിഷ്ണുവിന്റെ ശിരസിലുള്ള കിരീടം, ആ കിരീടത്തിന്റെ അഹങ്കാരം. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു കഥ?